സുലഭമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് മുട്ടയും മുരിങ്ങയിലയും. ഇരുമ്പിൻ്റെ അംശം ഒരുപാട് അടങ്ങിയ മുരിങ്ങയിലയും പ്രോട്ടീൻ കാൽസ്യം ഒക്കെ നന്നായിട്ട് അടങ്ങിയ മുട്ടയും. കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് സൂപ്പർ സിമ്പിൾ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ മുരിങ്ങയില നമ്മൾ കഴുകി ഉണക്കി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. കഴുകിയതിന് ശേഷം വേണം ഇല ഊരിയെടുക്കാൻ. അതായത് കൊമ്പോടുകൂടെ കഴുകി തോർന്നതിന് ശേഷം വേണം ഇല ഊരിയെടുക്കാൻ. ഇപ്പോൾ ഒരു 250 ml കപ്പിനകത്ത് പ്രസ്ഡായിട്ട് ഫുള്ളായിട്ടുണ്ടാവും. അത്രയുമാണ് മുരിങ്ങയില എടുത്തിട്ടുള്ളത്. ഒരു കണക്കിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മുരിങ്ങയില കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചെടുക്കാം. ചോറിന് ഈ ഒരു കൂട്ടാൻ മാത്രം മതി, കാരണം ഭയങ്കര റിച്ചായിട്ടുള്ളൊരു റെസിപ്പിയാണിത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ഇടാം, അല്പം ഉപ്പ് ഇടാം. ഒരുപാട് ഇപ്പം ഇടണ്ട, വേണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നിടാമല്ലോ. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കും. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടെ, നമുക്ക് അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനായിട്ട് 2 അല്ലി വെളുത്തുള്ളി ഇട്ടു. കാന്താരിയാണ്, ഇനി അതല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം, അല്പം ഉപ്പ് ചേർക്കണം, 1/4 ടീസ്പൂൺ മഞ്ഞളിട്ടു, ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഓപ്ഷനിലാണ്, അത് അവോയ്ഡ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ കോട്ടയത്തൊന്നും അങ്ങനെ ജീരകം ചേർക്കാറില്ല, മിക്കവാറും തോരന്. പക്ഷേ ഈ മുരിങ്ങയില തോരന് ഈ മുട്ട ചേർത്ത് ചെയ്യും ജീരകം ചേർക്കുന്നത് ടേസ്റ്റാണ്. അതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി ഇത് വല്ലാതെ അരക്കരുതെന്ന് ചതച്ചെടുത്താൽ മതി. തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. നമുക്ക് തീ കത്തിച്ചതിന് ശേഷം കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കടുകിടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇടാവും. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 2 വറ്റൽമുളകും കൂടെ ഇടണം. വറ്റൽമുളക് കരിഞ്ഞു പോകരുത്. കൂട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഇടാം. കൊച്ചുള്ളി ആയാലും മതി. ഉള്ളി ഒന്ന് വഴറ്റണം നമുക്ക്. ഈ ഉള്ളിക്കകത്തും ഒരു പൊടി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി മധുരിക്കത്തില്ല. ഓൾറെഡി നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മുളകും ഉപ്പും കൂടെ ആകുമ്പോൾ ഉള്ളി മധുരിക്കാതിരിക്കും. ഉള്ളി റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം. ഇതൊന്ന് മുരിങ്ങയില ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി നന്നായിട്ട്. അയണിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ മുരിങ്ങയില. മുരിങ്ങയില ഇടുമ്പം വെള്ളമയം ഇല്ലാതെ ഇട്ടാൽ മുരിങ്ങയില മാറി മാറി കിടക്കും, സെപ്പറേറ്റായിട്ട് കിടക്കും. അതല്ല എങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നന്നായിട്ട് ചേരത്തില്ല അത്. അതുകൊണ്ട് കഴുകിയതിന് ശേഷം വെള്ളം തോർന്നിട്ട് വേണം മുരിങ്ങയില തോരൻ വയ്ക്കാൻ. മുരിങ്ങയില നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് തന്നെ ഒഴിച്ചാൽ മതി. നമുക്കൊന്ന് പാത്രം ചരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മുട്ട ഒഴിച്ച് കൊടുക്കുക അതിനകത്തേക്ക്. എന്നിട്ട് അതൊന്ന് ഇളക്കി. ഒരു കാര്യമുള്ളത്, മുട്ട അത് ചട്ടിയുടെ അടിയിൽ പിടിച്ച് ഇതാവരുത്. കട്ടിയുള്ള തവി കൊണ്ട് ഇളക്കി അത് ആ ബേസിൽ പിടിക്കാതെ നോക്കണം. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ഇങ്ങനെ അങ്ങ് വെന്ത് കഴിയുമ്പം അത് നമുക്ക് പിന്നെ ഇലയുമായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ നോക്കണേ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇടാം. ഈ സമയത്ത് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ടു. നല്ല കിടിലൻ മുരിങ്ങയില മുട്ടത്തോരൻ ട്രൈ ചെയ്ത് നോക്കണം. സുലഭമായിട്ട് കിട്ടുന്ന 2 സാധനമാണ്. ഹൈലി ന്യൂട്രീഷ്യസ് ആണിത്. ഇത് റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ചൂട് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ലഞ്ച് ബോക്സിൻ്റെ കൂടെ സ്കൂളിൽ കൊടുത്തു വിടാനും നല്ലൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.